GCCയിലടക്കം വിദേശ രാജ്യങ്ങളിൽ കേരളത്തിലെ 1 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി. ഇതിന്റെ ഭാഗമായി കെ-ഡിസ്ക് പ്രതിനിധികൾ യുഎയിലെത്തി. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ നൈപുണ്യം നേടുന്ന യുവാക്കൾക്കാണ് തൊഴിൽ ഉറപ്പാക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്കിന് പുറമെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P സരിൻ എന്നിവരാണ് യുഎയിലെത്തിയത്. രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തി. കേരളത്തിലെ കോളേജുകളിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകും. ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതൃകയിൽ ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ജോലിക്ക് ഗൾഫിൽ പോരാൻ തയ്യാറുള്ളവര് അവർക്ക് എംപ്ലോയേഴ്സിനുമായിട്ട് ബന്ധപ്പെടാനുള്ള പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ മാത്രമേ ചെയ്യുന്നു. അതോടൊപ്പം അവർക്ക് ആവശ്യമായ പരിശീലനവും നൽകും. ഇത് ചെയ്യുന്നത് നോർക്കയും ഒഡെപെക്കുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. അവർ റിക്രൂട്ടിംഗ് ഏജൻസികൾ കൂടിയാണ്. അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അവർക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അത് വളരെ പരിമിതമായ രീതിയിലാണ് അവരുടെ കിട്ടുന്ന ചാൻസുകൾ അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിമേൽ അങ്ങനെയല്ല. നമ്മൾ ക്യാമ്പയിൻ നടത്തി അവസരമുണ്ട്, ഞങ്ങൾ കണ്ടുപിടിക്കാം, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരൂ എന്ന് പറഞ്ഞ് സാധാരണയിൽ 1000-2000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴി ഈ ഒരു വർഷം 1 ലക്ഷം പേരെയെങ്കിലും ഇങ്ങനെ വിദേശത്ത് ജോലി നൽകാൻ പറ്റുമെന്നാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നോർക്ക ഒഡെപെക് വഴി പ്രതിവർഷം 2000 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ഇത് 1 ലക്ഷമായി ഉയർത്താനാണ് ശ്രമം. സർക്കാർ അംഗീകരിച്ച നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നിയമിക്കാൻ ഗൾഫിലെ സ്ഥാപനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. GCC രാജ്യങ്ങളിലെ ഓപ്പർച്യൂണിറ്റീസ് ഇതിലേക്ക് മാപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച വന്നിട്ടുള്ള ആൾക്കാരെ കൂടാതെ മേജറായിട്ടുള്ള 2-3 കൺസ്ട്രക്ഷൻ ഏജൻസീസുമായിട്ടും നമ്മൾ കൺസൾട്ടേഷൻ നടത്തി. ഇന്നും അപ്പോൾ ഒരു ജനറൽ റെസ്പോൺസ് ഈസ് വെരി വാം. അവർക്കൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പിങ്ങോടുകൂടി വരുന്ന ഒരു മൈഗ്രേഷൻ ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തൊഴിൽ തേടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനായി ഡോക്ടർ P സരിന്റെ നേതൃത്വത്തിൽ ജോബ് റെഡി എന്ന പേരിൽ പ്ലാറ്റ്ഫോം ആരംഭിക്കും. എല്ലാ മാസവും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. അടുത്ത മാസം 12-13 തീയതികളിൽ ഗൾഫിലെ തൊഴിലവസരങ്ങൾ അവതരിപ്പിക്കുന്ന ജോബ് ഫെയർ തൃശൂരിൽ നടക്കും. എല്ലാ ആഴ്ചയും ഓൺലൈൻ തൊഴിൽ മേളകൾ ഉണ്ടാകും. ഓഗസ്റ്റ് 29-30 തീയതികളിൽ കൊച്ചി ബോൾഗാട്ടി ഹയാത്തിൽ അന്താരാഷ്ട്ര നൈപുണ്യ ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV.